ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ 3ാമത്തെ ക്ലാസ് ആണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് പറഞ്ഞത് ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന്. അത് നമ്മൾ ഇനി അത് കണ്ടിന്യൂ ചെയ്യും. PSC പഠിക്കുന്നവർക്ക് മാത്രമല്ല, PSCക്ക് വേണ്ടി മാത്രമല്ല ഇത് ചെയ്യുന്നത്. നമുക്ക് സമൂഹത്തിൽ പത്രം വായിക്കുന്നതുകൊണ്ട് നമുക്ക് സമൂഹത്തിലുള്ളൊരു പൊതുവായിട്ടുള്ള അറിവ് കിട്ടാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പത്രത്തിലെ വാർത്തകളാണ്. ആദ്യം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ വാർത്തയാണ് പറയുന്നത്. കേരള തീരത്ത് മുങ്ങിയ കപ്പൽ MSC എൽസ 3. കപ്പൽ മുങ്ങിയതുകൊണ്ടുള്ള സന്തോഷം. ഏത് കപ്പലാണ് മുങ്ങിയ? MSC എൽസ 3 ആണ്. അത് മുങ്ങിയത് മൂലമുണ്ടായ പരിസ്ഥിതി നാശത്തിന് 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ MSC കമ്പനിക്കെതിരെ സർക്കാർ ഹൈക്കോർട്ടിൽ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തു. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് MA അബ്ദുൾ ഹക്കീം MSC കമ്പനിയുടെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ MSC അക്കിറ്റേറ്റ 2 എന്ന കപ്പൽ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അപ്പം ഈ കപ്പൽ മൂലം നമുക്കറിയാവുന്ന ഒരുപാട് പരിസ്ഥിതി നാശം, അതുപോലെ നമുക്കൊന്ന് മീൻ കൂട്ടാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അതിന് ആ മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം വളരെ പ്രശ്നമായി. അപ്പോൾ അതിന് 9,531 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സ്വിറ്റ്സർലൻഡാണ് അതിൻ്റെ ആസ്ഥാനം. MSC കമ്പനിക്കെതിരെ സർക്കാർ ഹൈക്കോർട്ടിൽ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തു. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരത്തിന് ഫയൽ ചെയ്യുന്നതാണ് അഡ്മിറാലിറ്റി സ്യൂട്ട് എന്ന് പറയുന്നത്. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിന് ഫയൽ ചെയ്യുന്നതാണ് അഡ്മിറാലിറ്റി സ്യൂട്ട്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും വലിയ തുകയ്ക്ക് അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്. കപ്പൽ മുങ്ങിയത് മൂലമുള്ള പരിസ്ഥിതി നാശം, ഇതിന് പരിഹാരം കാണാനുള്ള നടപടികൾക്കായുള്ള ചെലവ്, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാർഗം തടസ്സപ്പെട്ടതിനുള്ള നഷ്ടപരിഹാരം എന്നിവ കണക്കാക്കിയാണ് തുക ആവശ്യപ്പെട്ടത്. വിഴിഞ്ഞത്തുള്ള കപ്പൽ നഷ്ടപരിഹാരം കിട്ടും വരെ അറസ്റ്റ് ചെയ്യാനാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സർക്കാരിനായി അഡ്വക്കേറ്റ് ജനറലായ K ഗോപാലകൃഷ്ണക്കുറുപ്പ്, ഗവൺമെന്റ് പ്ലീഡർ പാർവതി കോട്ടോൾ എന്നിവർ ഹാജരായി. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ, അതൊരു GK ആണ്. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. നമ്മുടെ സർക്കാരിനായിട്ട് ഹാജരായത് K ഗോപാലകൃഷ്ണക്കുറുപ്പ്, അഡ്വക്കേറ്റ് ജനറലും, അതുപോലെ തന്നെ ഗവൺമെന്റ് പ്ലീഡർ പാർവതി കോട്ടോൾ എന്നിവരാണ് ഹാജരായത്. കപ്പലിൽ പടർന്ന ഓയിൽ പാടയും ഒഴുകി നടക്കുന്ന കാർഗോയും പരിസ്ഥിതിക്കും മത്സ്യസമ്പത്തിനും പൊതുജനാരോഗ്യത്തിനും എല്ലാം ഭീഷണിയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് ബ്രിക്സ് ഉച്ചകോടിയെ പറ്റിയാണ്. ബ്രിക്സ് ഉച്ചകോടിയെ പറ്റിയുള്ള വാർത്തയാണ്. 17ാമത്തെ ഉച്ചകോടി ഇപ്പം ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു. അതിൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ ആഹ്വാനം എന്താണ്? നിർമ്മിത ബുദ്ധിയുടെ ഉത്തരവാദിത്തപൂർണമായ ഉപയോഗത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്ന് 17ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന AI ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗങ്ങളെയൊക്കെ അദ്ദേഹം ക്ഷണിച്ചു. അപ്പം നിർമ്മിത ബുദ്ധിയുടെ ഉത്തരവാദിത്തപൂർണമായ ഉപയോഗത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്നാണ് 17ാമത്തെ ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ഈ ട്രംപ് എന്താണ് പറഞ്ഞത്? ട്രംപ് അമേരിക്കയുടെ US വിരുദ്ധ നയങ്ങൾക്കൊപ്പം ചേരുന്ന എല്ലാ രാജ്യങ്ങൾക്കും 10% അധിക നികുതി ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടിയിൽ പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടി ഇപ്പോൾ എത്രാമത്തെ ഉച്ചകോടിയാണ് നടന്നത്? 17ാമത്തെ ഉച്ചകോടിയാണ് ഇപ്പോൾ നടന്നത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നത്. അടുത്ത വാർത്ത അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിനെ പറ്റിയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആയി സൻജോജ് ഗുപ്ത. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ CEO ഇന്ത്യക്കാരനായ സൻജോജ് ഗുപ്തയെ നിയമിച്ചു. അപ്പോൾ ഇന്ത്യക്കാരനായ സൻജോജ് ഗുപ്തയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആയി നിയമിതനായത്. ICCയുടെ 7ാമത്തെ CEO ആണ്. ICCയുടെ 7ാമത്തെ CEO ആണ്. ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ജെഫ് അല്ലാർ സൈഡിന്റെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം ICCയിലേക്ക് എത്തുന്നത്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിലേക്ക് എത്തുന്നത്. പത്രപ്രവർത്തകനായി കരിയർ ആരംഭിച്ച സൻജോജ് 2020 സ്റ്റാർ ഇന്ത്യയിലേക്ക് ചേക്കേറുകയായിരുന്നു. 2020 ഡിസ്നി ആൻഡ് സ്റ്റാർ ഇന്ത്യയുടെ സ്പോർട്സ് വിഭാഗം മേധാവി. നമുക്ക് നോക്കേണ്ടതേ ഉള്ളൂ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആരാണ്? സൻജോജ് ഗുപ്തയാണ്. ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അതുപോലെ ICCയുടെ 7ാമത്തെ CEO ആണ് ആര്? സൻജോജ് ഗുപ്ത. അടുത്തത് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈയിടെ നടന്നിട്ടുള്ളത്. കുട്ടികളെല്ലാം നമ്മൾ ഈ ട്രോളിൽ കൂടെ എല്ലാം കണ്ടിട്ടുണ്ട്. കളിക്കേണ്ട ബാല്യമല്ല ഇപ്പോൾ മൊബൈൽ ഫോണിലാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാം കൂടുതൽ റീൽ അഡിക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട നല്ല കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരിതാണ് നാടിനൊരു കളികൾ. നല്ലൊരു വാർത്ത തന്നെയാണ്. നാടിനൊരു കളിക്കളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് തൃശ്ശൂർ നന്ദി പുലർത്തുകാർ. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ
നന്ദിപുലം എന്ന ഗ്രാമത്തിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, കളിക്കളത്തിനായി അവർ പിരിച്ചത് 44 ലക്ഷം രൂപയാണ്. 53 സെന്റ് സ്ഥലത്തിന് രജിസ്ട്രേഷൻ ചെലവുകൾ ഉൾപ്പെടെ ഇനി അവർക്ക് 53 ലക്ഷം രൂപയുടെ വേണം. അപ്പോൾ 44 ലക്ഷം രൂപയാണ് അവർ കളിക്കളം എന്നൊരു ആവശ്യത്തിന് വേണ്ടി പിരിച്ചത്. ട്രാക്ക്, ജിമ്മ്, നടപ്പാത എന്നിവയ്ക്ക് പുറമെ ഫുട്ബോള്, വോളിബോള്, ബാഡ്മിന്റൺ കോർട്ടും അതുപോലെ തന്നെ വയോജനങ്ങൾക്കായിട്ടുള്ള ഒരിടവും വായനശാലയും എല്ലാം നിർമ്മിക്കാനാണ് ഈ തുക പിരിച്ചത്. അപ്പം നല്ലൊരു ആശയം തന്നെയാണത്. 44 ലക്ഷം രൂപയാണ് അവർ ഇതിനു വേണ്ടി നാട്ടുകാർ പിരിച്ചത്. ഇനി അടുത്തത്, ഒരു വർഷത്തിനുള്ളിൽ കേരളം ഒരു വർഷത്തിനുള്ളിൽ 700 മില്ലിവാട്ട് വർധനയാണ് സൗരോർജ്ജ സ്ഥാപിത ശേഷിയിൽ കൈവരിച്ചത്. അപ്പോൾ കേരളം നമ്മുടെ ഇന്ത്യയിൽ തന്നെ 10ാം സ്ഥാനത്താണ് സൗരോർജ്ജ പദ്ധതികളിൽ. ഒരു വർഷത്തിനുള്ളിൽ 700 മെഗാവാട്ടിന്റെ വർധനയാണ് സൗരോർജ്ജ സ്ഥാപിത ശേഷിയിൽ കൈവരിച്ചത് കേരളം. മുതിർന്ന പിന്നണി ഗായികയും ആദ്യകാല ചലച്ചിത്ര നാടക നടിയും ആകാശവാണി കലാകാരിയുമായി CS രാധാദേവി അന്തരിച്ചു. അപ്പം മുതിർന്ന പിന്നണി ഗായികയും ആദ്യകാല ചലച്ചിത്ര നാടക നടിയും ആകാശവാണി കലാകാരിയുമായ CS രാധാദേവി അന്തരിച്ചു. അഭിനേതാവ്, അതുപോലെ തന്നെ പിന്നണി ഗായിക, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരിയാണ് CS രാധാദേവി. ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലിരുന്ന് ISROയിലെ ശാസ്ത്രജ്ഞരുമായി ഫോണിൽ സംസാരിച്ച് ശുഭാംശു ശുക്ല. നമ്മൾ നേരത്തെ പറഞ്ഞാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അദ്ദേഹം ISRO ശാസ്ത്രജ്ഞരുമായി ഫോണിൽ സംസാരിച്ചു. നിലയത്തിൽ പുരോഗമിക്കുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പുരോഗതിയും നേരിടുന്ന വെല്ലുവിളികളും എല്ലാം പങ്കുവച്ചു. പരീക്ഷണ വിവരങ്ങളും നിലയത്തിലെ മറ്റു പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി രേഖപ്പെടുത്തി വെക്കേണ്ടതിന്റെ പ്രാധാന്യം ISRO ചെയർമാൻ അറിയിച്ചു. ഇത് നമ്മുടെ ഗഗൻയാൻ ദൗത്യത്തിന് നിർണായകമാകും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യൻ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ലയും സംഘവും വ്യാഴാഴ്ച ഭൂമിയിലേക്ക് മടങ്ങാനിരിക്കെയാണ് ശാസ്ത്രജ്ഞരെ ഫോണിൽ വിളിച്ച് പരീക്ഷണങ്ങളുടെ പുരോഗതി അറിയിച്ചത്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഇത് എഴുതുന്നേ ഉള്ളൂ. ഇനി രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസിൽ പൗരർക്ക് വ്യക്തി കുടുംബ ഭവന വിവരങ്ങൾ നേരിട്ട് നൽകാൻ അവസരം. പ്രത്യേക വെബ് പോർട്ടലിലൂടെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസിൽ പൗരർക്ക് വ്യക്തി കുടുംബ ഭവന വിവരങ്ങൾ നേരിട്ട് നൽകാൻ അവസരം. എന്യൂമറേറ്റർമാരെ ആശ്രയിക്കാതെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ വരുന്ന OTP ഉപയോഗിച്ച് ഓൺലൈനായി വിവരം നൽകാം. ഇതുവഴി സെൻസസ് വിവരങ്ങൾ നേരത്തെ ശേഖരിക്കാനും സംഭരിക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ. സെൻസസിൽ എന്യൂമറേറ്റർമാർ വിവരം ശേഖരിക്കുക ആൻഡ്രോയിഡ്, ആപ്പിൾ ഫോണുകളിലൂടെ ആയിരിക്കും. ആദ്യമായി സാങ്കേതികവിദ്യ പൂർണ്ണമായി ഉപയോഗിച്ചുള്ള സെൻസസ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെയും വിഭവങ്ങളുടെയും വിവരവും, രണ്ടാം ഘട്ടത്തിൽ പൗരരുടെയും അതുപോലെ തന്നെ ജാതിയുടെയും ഒക്കെ വിവരവും ശേഖരിക്കും. വീടുകളുടെ വിവരശേഖരണം നടക്കുന്നത് 2026 ഏപ്രിൽ 1 തുടങ്ങും. 2027 ഫെബ്രുവരി 1 പൗരരുടെ കണക്കെടുക്കും. ഇതൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആരാണ്? സഞ്ജോജ് ഗുപ്ത. ICCയുടെ 7ാമത്തെ CEO ആണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള CEO ആണ് സഞ്ജോജ് ഗുപ്ത. പിന്നെ അതുപോലെ തന്നെ കേരള തീരത്ത് മുങ്ങിയ കപ്പലിന്റെ പേരെന്താണ്? MSC എൽസ 3 ആണ്. അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റ് ആരാണ്? ഇറാന്റെ പ്രസിഡന്റ് ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുന്നത് കൊണ്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയർ ആണ്. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.